യൂണിഫോം അഴിച്ചു വെച്ചിട്ട് വല്ല വാർക്ക പണിക്കുമ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിനടുത്ത് 1.5 വയസ്സുള്ള ഒരു പിഞ്ചു ബാലനെ ചവിട്ടിക്കൊന്ന രണ്ടാനച്ഛൻ്റെ ക്രൂരത കേട്ട് മനസ്സ് മരവിക്കാത്തവരായി നമ്മുടെ കേരളത്തിൽ ഇന്ന് ആരുമില്ല. നമ്മുടെ സമൂഹത്തെ ഒട്ടാകെ സങ്കടത്തിലഴ്ത്തിയ സംഭവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഇൻബോക്സിലും ധാരാളം പേർ വന്ന് വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പലവട്ടം വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായതാണ്. പക്ഷേ ഒരു വല്ലാത്ത വേദന ആ കൊച്ചിനെ കാണുമ്പോൾ തന്നെ മനസ്സൊക്കെ കിടന്നങ്ങ് പിടയ്ക്കുകയാണ്. ഞാൻ എന്ത് വീഡിയോ ചെയ്യാനാണെന്ന് ആലോചിക്കുന്നു. ഈ സമൂഹത്തിൽ ഇത്രയും വലിയൊരു കാടത്തം നടന്നിട്ട് 2 വാക്കെങ്കിലും പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും ഒരു പിശകുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. കാരണം എൻ്റെ മനസ്സ് അത്രയ്ക്ക് വേദനിക്കുന്നതുകൊണ്ടാണ്. മരിച്ച കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 91 മാരകമായ മുറിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ 7 വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. തലച്ചോറിൽ നീർക്കെട്ടും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിക്ക് മരണം സംഭവിച്ചത്. ഇത് ചെയ്തത് അവൻ്റെ രണ്ടാനച്ഛൻ എന്ന് പറയപ്പെടുന്ന ഒരു തന്തയില്ലാ കഴിവേറിയാണ്. എൻ്റെ പേര് അഷ്കർ. ഈ ഭൂതത്തിൻ്റെ ഭൂതകാലം അന്വേഷിച്ചാൽ ഇവൻ കൊലപാതകം ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. അവൻ്റെ ക്രൂരകൃത്യവും കൊലപാതകവും അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച കൊച്ചിൻ്റെ തള്ള ഒരുത്തിയുണ്ട്. അവളൊരു ഡാൻസ് സ്കൂളിട്ടിരിക്കുകയാണ്. അവിടെ ഇവനുമായി പരിചയമുള്ള ഒരു പെൺകുട്ടി ഈ അഷ്കർ എന്ന് പറഞ്ഞ റാസ്കലിൻ്റെ പീഡനം കാരണം ഒരു കുട്ടി മരിക്കുകയുണ്ടായി. ഇവൻ്റെ ആദ്യ ഭാര്യയുടെ സഹോദരൻ്റെ മുങ്ങിമരണം. ഇതിനെല്ലാം ഇവന് പങ്കുണ്ട്. കൊല്ലാൻ നോക്കിയിട്ടും ചാവാതെ ജീവച്ഛവമായിട്ട് ജീവിക്കുന്ന ഇവൻ്റെ ആദ്യ ഭാര്യ. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ക്രൂരകൃത്യങ്ങളാണ് ഈ പിശാചിനുണ്ടായ നായിൻ്റെ മോൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ എന്നെ ഏറ്റവും അമ്പരപ്പിച്ച കാര്യമെന്ന് പറയുന്നത് ഈ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ പലവട്ടം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഈ പീഡനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുട്ടി എനിക്കിതാ, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവൻ്റെ ആദ്യ ഭാര്യയുടെ തല പിടിച്ച് ചെമരിലടിച്ചതിൻ്റെ പേരിൽ അവർ കോമ സ്റ്റേജിലായി. ഇപ്പം ജീവിക്കണമെന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു തവണയല്ല പലതവണ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതാണ്. അവർക്ക് ഇതൊക്കെ വെറും കുടുംബ പ്രശ്നമായിട്ടാണ് കണ്ടത്. യൂണിഫോം അഴിച്ചു വെച്ചിട്ട് വല്ല വാർക്ക പണിക്കുമ്പോൾ ഡെയിലി 3300 രൂപ കിട്ടും. സമ്മർദ്ദവും വേണ്ട, ടെൻഷനും വേണ്ട, കേസും അന്വേഷിക്കേണ്ട. ഞങ്ങളുടെ നികുതി പണം തിന്നിട്ട് അത് വെച്ച് എല്ലിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമൊക്കെ സംഭവിക്കും. എനിക്ക് നല്ലവരായ കുറേ പോലീസ് സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാനൊരു കുട്ടിയുടെ അച്ഛനാണ്.